അങ്ങനെ ഒരു പരിഗണനയില്ല. ഈക്വാലിറ്റി ബിഫോർ ലോ ആണ്. മന്ത്രി ആയാൽ അത് സ്ത്രീയാണോ പുരുഷനാണോ എന്നൊന്നും നോക്കേണ്ട കാര്യമില്ല. മന്ത്രിയാണ്. മന്ത്രിയോട് പറയേണ്ടത് സ്ത്രീ ആയാലും പുരുഷനായാലും പറയേണ്ടത് പറയും. കെ ശൈലജ മിനിസ്റ്റർ ആയിരിക്കുമ്പോൾ വയറിൽ കത്രിക കുടുങ്ങിയിട്ട് കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് എന്ത് നടപടിയാണ് എടുത്തത്? സമിതിയെ നിയോഗിച്ചുകൊണ്ടേയിരിക്കണം. കഴിഞ്ഞ 5 വർഷമായി അന്വേഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പം ഇത് കണ്ടുപിടിച്ചപ്പോഴല്ലേ ഇത്തരത്തിലുള്ള കമ്മീഷനും അന്വേഷണവും ഒക്കെ പറഞ്ഞിരിക്കുന്നത്. ഇതിനു മുൻപേ ചെയ്യാമായിരുന്നല്ലോ. PR വർക്കിന് വേണ്ടി മാത്രം കേരളം മുഴുവൻ കേരളം ആരോഗ്യത്തിൽ 1ാം സ്ഥാനത്താണ് എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. നമസ്കാരം. ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ സംസ്ഥാനത്തുടനീളം പ്രതിപക്ഷം വളരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ആരോഗ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് ഉൾപ്പെടെ യൂത്ത് കോൺഗ്രസിൻ്റെ റീത്ത് വെച്ചുള്ള വലിയ പ്രതിഷേധമാണ് നടന്നത്. ഒടുവിൽ വണ്ടാനം മെഡിക്കൽ കോളേജിലുണ്ടായ ശസ്ത്രക്രിയാ പിഴവിനെ തുടർന്നാണ് ഇത്തരത്തിൽ ആരോഗ്യമന്ത്രിക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി പ്രതിപക്ഷ പ്രവർത്തകർ എല്ലാവരും തന്നെ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ CPM ആരോപിക്കുന്നത് ആരോഗ്യമന്ത്രി ഒരു സ്ത്രീയാണ് എന്നുള്ള പരിഗണന നൽകണമായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും വകുപ്പ് മന്ത്രിയാണ്. വകുപ്പ് മന്ത്രിക്ക് എതിരെയല്ലാതെ മറ്റാർക്കെതിരെയാണ് ഇത്തരത്തിൽ ഒരു സമരം ചെയ്യേണ്ടത് അല്ലെങ്കിൽ പ്രതിഷേധം നടത്തേണ്ടത് എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ മറുനാടനോട് പ്രതികരിക്കുകയാണ് മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതാവായ ദീപ്തി മേരി വർഗീസ്. എന്താണ് നടപടിക്രമങ്ങൾ? ആരോഗ്യമന്ത്രി പറയട്ടെ, എന്ത് നടപടിക്രമങ്ങളാണ് ചെയ്തത്? 5 വർഷമായിട്ട് വയറ്റിൽ കത്രിക കുടുങ്ങി കെ ശൈലജ മിനിസ്റ്റർ ആയിരിക്കുമ്പോൾ വയറിൽ കത്രിക കുടുങ്ങിയിട്ട് കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് എന്ത് നടപടിയാണ് എടുത്തത്? ആ പെൺകുട്ടി, ആ സ്ത്രീയെ ഒന്ന് പോയി തിരിഞ്ഞു നോക്കാൻ ഈ ആരോഗ്യമന്ത്രിക്ക് ഈ കഴിഞ്ഞ 5 വർഷമായിട്ടും കഴിഞ്ഞിട്ടില്ലല്ലോ. ഇപ്പം ഇത് കണ്ടുപിടിച്ചപ്പോഴല്ലേ ഇത്തരത്തിലുള്ള കമ്മീഷനും അന്വേഷണവും ഒക്കെ പറഞ്ഞിരിക്കുന്നത്. ഇതിനു മുൻപേ ചെയ്യാമായിരുന്നല്ലോ. അങ്ങനെ ചെയ്യാൻ കഴിയാതെ അനാസ്ഥ കാണിച്ച ഒരു ആരോഗ്യമന്ത്രിയാണ് കേരളത്തിൽ ഇന്നുള്ളത്. ചികിത്സാ പിഴവൊക്കെ ഉണ്ടാകുമ്പോൾ സമിതിയെ നിയോഗിക്കുന്നുണ്ട്. അതെ, ചികിത്സാ സമിതിയെ നിയോഗിച്ചുകൊണ്ടേയിരിക്കണം. കഴിഞ്ഞ 5 വർഷമായി അന്വേഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ സാധാരണക്കാരൻ്റെ, ആശുപത്രിയിൽ പോകാൻ കഴിയാത്തവൻ്റെ, ആശുപത്രിയിൽ പോകാൻ പണമില്ലാത്തവൻ്റെ അവസ്ഥയും ദുരിതവും മനസ്സിലാക്കുവാൻ ഈ ഗവൺമെൻറ്റോ ആരോഗ്യവകുപ്പോ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ അതുകൊണ്ടാണ്. PR വർക്കിന് വേണ്ടി മാത്രം കേരളം മുഴുവൻ കേരളം ആരോഗ്യത്തിൽ 1ാം സ്ഥാനത്താണ് എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. 1ാം സ്ഥാനത്തായിരുന്ന കേരളത്തെ പിന്നോട്ടടിക്കുന്ന നടപടികളാണ് കഴിഞ്ഞ കാലങ്ങളിൽ, കഴിഞ്ഞ 5 വർഷക്കാലം, അതിനു മുൻപ് കെ ശൈലജ അഴിമതി നടത്തിയ ആരോഗ്യമന്ത്രി കെ ശൈലജയുടെ കാലത്തും നടന്നത്. ഇന്ന് വളരെ വലിയൊരു പ്രതിഷേധമാണ് യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ആരോഗ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് ഉണ്ടായത്. ഇതിനെ തുടർന്ന് CPM പറയുന്നത്, അതായത് ആരോഗ്യമന്ത്രി ഒരു സ്ത്രീയാണ് എന്നുള്ള പരിഗണന പോലും നൽകുന്നില്ല എന്നാണ് പ്രതിപക്ഷം. അങ്ങനെ ഒരു പരിഗണന ഭരണഘടനയിൽ പറയുന്നുണ്ടോ? അങ്ങനെ ഒരു പരിഗണനയില്ല. ഈക്വാലിറ്റി ബിഫോർ ലോ ആണ്. മന്ത്രി ആയാൽ അത് സ്ത്രീയാണോ പുരുഷനാണോ എന്നൊന്നും നോക്കേണ്ട കാര്യമില്ല. മന്ത്രിയാണ്. മന്ത്രിയോട് പറയേണ്ടത് സ്ത്രീ ആയാലും പുരുഷനായാലും പറയേണ്ടത് പറയും. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ചികിത്സാ പിഴവുകളോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെയല്ല. അപ്പോൾ ഈ പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം? തീർച്ചയായിട്ടും ഇതിപ്പോൾ മഹിളാ കോൺഗ്രസിന്റെ പ്രതിഷേധമായിരുന്നു. ഇതിന് അഭിവാദ്യം അർപ്പിക്കാൻ വേണ്ടി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാഗത്തു നിന്ന് ഞാൻ വന്നതാണ്. ഇനിയും ശക്തമായ സമരങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. വളരെ നന്ദി. അതേസമയം ഇന്ന് രാവിലെ ആരോഗ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധം അതിരുവിട്ടോ എന്നുള്ളൊരു ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. കാരണം സുരക്ഷാ വലയങ്ങളെല്ലാം തന്നെ ഭേദിച്ചുകൊണ്ടാണ് ഇവിടെ ആരോഗ്യ മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് കടന്നത്. അതായത് ആരോഗ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയുടെ വാതിലിന് മുകളിലാണ് ഇത്തരത്തിൽ റീത്ത് വച്ചത്. ഈ റീത്ത് വെച്ചത് ഗുരുതര സുരക്ഷാ വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത്. രാവിലെ പോലീസ് ഉൾപ്പെടെ അവിടെ കാവൽ നിൽക്കുന്നു എങ്കിലും വലിയ സുരക്ഷാ വീഴ്ചയാണ് ഉണ്ടായത്. ഇവിടെ നമ്മുടെ സർക്കാർ വാദിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് UDFിൻ്റെ മന്ത്രിസഭയും വരും, മന്ത്രിമാരും വരും, അപ്പോൾ അവർക്കെതിരെയും ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ പറഞ്ഞു വയ്ക്കാനുള്ളത്, വലിയ സുരക്ഷാ വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത്. ആരോഗ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്കുള്ളിലേക്കാണ് ആ ഒരു ഗേറ്റിനും മതിലിനും അപ്പുറത്തേക്കാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇന്ന് രാവിലെ പ്രവേശിച്ചത്. എന്നിട്ട് റീത്ത് വെക്കുന്നു എന്നുള്ളതാണ്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.